ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഒരു സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം LD ക്ലർക്കാണ്. LD ക്ലർക്ക് പരീക്ഷയ്ക്ക് മുന്നേ തന്നെ 10ാം തരം മെയിൻസ് വരുന്നുണ്ട്. അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ ഉൾപ്പെടെ കുറേയേറെ തസ്തികയുടെ മെയിൻസ് വരുന്നുണ്ട്. ആ പരീക്ഷയ്ക്കും പ്രയോജനപ്രദമാകുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണഘടന എന്ന പാഠഭാഗത്ത് നിന്ന് വിവിധ ക്ലാസ്സുകളിൽ SCERT പുസ്തകങ്ങളിൽ പഠിക്കാനുള്ള കാര്യങ്ങളും പ്രസ്താവന ചോദ്യങ്ങളും മുൻവർഷങ്ങളിൽ PSC ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സുമാണ്. 3 ക്ലാസ്സുകൾ കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സോടുകൂടി ഭരണഘടനയുടെ ഈ പോർഷൻ കംപ്ലീറ്റ് ആകും. അടുത്ത ദിവസം നമ്മൾ പുതിയ ടോപ്പിക്കായിരിക്കും പഠിക്കുക. മറ്റു 3 വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ആരംഭശൂരത്വമായി പോകരുത് നിങ്ങളുടെ പഠനം. രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നതാര്? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ് നിർത്തിയ ചോദ്യമാണിത്. ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം 35 വയസ്സ്. ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുക്കാനുള്ള ഇലക്ടറൽ കോളേജിൽ ലോകസഭയിലെയും രാജ്യസഭയിലെ അംഗങ്ങളുണ്ടാകും. രാജ്യസഭയുടെ ചെയർമാനായ ആദ്യ മലയാളി KR നാരായണൻ. ഇന്ത്യയുടെ 14ാമത്തെ ഉപരാഷ്ട്രപതിയാണ് ജഗ്ദീപ് ധൻകർ. അടുത്ത ചോദ്യം, പാർലമെൻ്ററി ജനാധിപത്യ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1. രാജ്യം ഭരിക്കാൻ സാർവത്രിക പ്രായപൂർത്തിയായ ആളുകൾ അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ജനപ്രതിനിധികളുടെ കൗൺസിലായി പ്രവർത്തിക്കുന്നു. 2 ശരിയാണ്. ജാതി, മത, വർഗ, ഭാഷ, ലിംഗ, പ്രദേശ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ 326. 324 പറയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ്. താഴെ നൽകിയിരിക്കുന്ന സൂചനകളുമായി ബന്ധപ്പെട്ട് ഭരണഘടനയുടെ ഏത് ഭാഗത്തെക്കുറിച്ചാണെന്ന് പറയുക. ഭരണഘടന അനുസരിക്കുക, ഭരണഘടനയെയും ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. അപ്പോഴേ നമുക്കറിയാം നമ്മുടെ മൗലിക കടമകൾ. മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത് 1977 ജനുവരി 3-ന്. 42ാം ഭേദഗതി പ്രകാരം 1977 ജനുവരി 3-ന് പ്രാബല്യത്തിൽ വന്നു. നിർദ്ദേശക തത്വങ്ങളെപ്പോലെ മൗലിക കടമകൾ കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നവയല്ല. നിർദ്ദേശക തത്വങ്ങളും മൗലിക കടമകളും കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്നവയല്ല. 42ാം ഭേദഗതി നടപ്പാക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. പ്രസിഡന്റ് ഫഖറുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. റിപ്പബ്ലിക് എന്നാൽ എന്ത്? തിരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രത്തലവനെ തീരുമാനിക്കുന്നതാണ് റിപ്പബ്ലിക്. ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക്ക് നൗറു. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന റിപ്പബ്ലിക് സാൻ മരീനോ. റിപ്പബ്ലിക് എന്ന കൃതി എഴുതിയത് പ്ലേറ്റോ. പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ, മദർ ഓഫ് പാർലമെൻറ്റ്. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ ഇല്ലാതാക്കിയ ഭേദഗതി. നേരത്തെ 7 മൗലിക അവകാശങ്ങളുണ്ടായിരുന്നു. സ്വത്തവകാശത്തെ അതിൽ നിന്ന് നീക്കം ചെയ്തു 44ാം ഭേദഗതിയിലൂടെ. ജനാധിപത്യ രാജ്യത്തിൽ പൗരന് അന്തസ്സും വ്യക്തിത്വവും സ്വാതന്ത്ര്യവും നിലനിർത്തുന്നതിൽ ഒഴിവാക്കാൻ പാടില്ലാത്ത ചില അവകാശങ്ങൾ
അവയെയാണ് പ്രാഥമിക അവകാശങ്ങൾ അഥവാ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ബിൽ ഓഫ് റൈറ്റ്സ്, മാഗ്ന കാർട്ട തുടങ്ങിയവ മൗലിക അവകാശങ്ങളുടെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. 1985 52-ാം ഭേദഗതിയിലൂടെയാണ് കൂറുമാറ്റ നിരോധന നിയമം എന്നറിയപ്പെടുന്നത്. 1985 52-ാം ഭേദഗതി. ഭരണഘടനയുടെ 61-ാം ഭേദഗതി നിയമനിർമ്മാണ സഭകളിലും ലോകസഭയിലും വോട്ട് ചെയ്യാനുള്ള പ്രായം 21 നിന്ന് 18 കുറച്ചു. ശൂന്യവേള, സീറോ അവർ, അതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി ഏതെല്ലാം? അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം തുടങ്ങിയവ പരിഗണനയ്ക്ക് വയ്ക്കുന്നത് ശൂന്യവേളയിലാണ്. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം മുൻകൂട്ടി നിശ്ചയിച്ച അജണ്ടയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ള ചെറിയ ഇൻ്റർവെൽ, അതിനെ വിളിക്കുന്ന പേരാണ് ശൂന്യവേള. പാർലമെൻറ്റിൻ്റെ നിയമാവലിയിൽ ശൂന്യവേളയെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. 1962 പാർലമെൻറ്റിലെ നടപടിക്രമങ്ങളിലേക്ക് ശൂന്യവേള ഉൾപ്പെടുത്തിയത്. 2014 മുതൽ രാജ്യസഭാ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് തന്നെ ശൂന്യവേളയോടുകൂടിയാണ്. പാർലമെൻ്ററി രംഗത്ത് ശൂന്യവേള ഇന്ത്യയുടെ സംഭാവനയാണ്. ശൂന്യം അഥവാ പൂജ്യം തന്നെ ഇന്ത്യയുടെ സംഭാവനയാണ്. അത് വെച്ച് ഓർത്തിരിക്കുക. മുൻകൂർ നോട്ടീസ് നൽകാതെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉന്നയിക്കാനുള്ള അവസരമാണിത്. അടുത്തത് ഒരു റിട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഹേബിയസ് കോർപ്പസ് എന്നത് എന്താണ്? നമുക്കറിയാം, ഹേബിയസ് കോർപ്പസ് എന്ന് പറയുമ്പോൾ അനധികൃതമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ആളെ സ്വതന്ത്രമാക്കാനുള്ള കോടതിയുടെ ഉത്തരവ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഹേബിയസ് കോർപ്പസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും മാത്രം നിക്ഷിപ്തമാണ്. ഒരു വ്യക്തിയെയോ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ നൽകുന്ന കൽപ്പനയാണ് മൻഡാമസ്. മൻഡാമസ് എന്ന് പറഞ്ഞാൽ നാം കൽപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഹേബിയസ് കോർപ്പസിൻ്റെ അർത്ഥം ശരീരം ഹാജരാക്കുക. കോ വാറണ്ടോയുടെ അർത്ഥം എന്ത് അധികാരം, നിങ്ങൾക്കത് ചെയ്യാൻ എന്തധികാരം. കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശരിയായ പ്രസ്താവന എന്ന് പറയുമ്പോൾ ബി ആണ് ശരിയായ പ്രസ്താവന. ലോകസഭയുടെയോ രാജ്യസഭയുടെയോ മൊത്തം അംഗത്തിൻ്റെ 50% ഭൂരിപക്ഷത്തെയാണ് കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത്. ഇതിനർത്ഥം ലോകസഭയിലെ കേവല ഭൂരിപക്ഷം 273, മൊത്തം അംഗസംഖ്യ 545, അതിൻ്റെ പകുതിയേക്കാൾ 50% എന്ന് പറയുമ്പോൾ 272.5, ഇത്തിരി കൂടുതൽ. അപ്പോൾ 273 ലോകസഭയിലെ കേവല ഭൂരിപക്ഷം. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, IAS, IPS ഏത് തരം സർവീസുകളാണ്? അഖിലേന്ത്യാ സർവീസുകൾ. ഇന്ത്യൻ ഭരണഘടനയുടെ 312-ാം വകുപ്പ് പ്രകാരം രൂപീകരിച്ചതാണ് IAS, IPS, IFS. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ ഉന്നത സിവിൽ പദവികളിൽ സേവനമനുഷ്ഠിക്കുന്നത് ഈ സർവീസുകളിലെ അംഗങ്ങളാണ്. UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ തിരഞ്ഞെടുക്കുന്ന ഇവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായ തീയതി 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ സമാന അധികാരങ്ങളോടുകൂടി സംസ്ഥാനങ്ങളിലും മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കാൻ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു.
നിയമം പാസ്സായത് 1993 സെപ്റ്റംബർ 28, സ്ഥാപിതമായത് ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകൃതമായത് 1950 ജനുവരി 25. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. പാർലമെൻറ്റിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും നടത്തുന്ന തിരഞ്ഞെടുപ്പിൻ്റെയും രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൻ്റെയും നടത്തിപ്പ്, നിയന്ത്രണം ഇതെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിക്ഷിപ്തമാണ്. ഇന്ത്യയുടെ ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ ആണ്. ഇത്രയുമാണ് നമുക്ക് ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില ആർട്ടിക്കിൾ. 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യർ. 15 ജാതി മത വർഗ ലിംഗ വിവേചനം പാടില്ല. 16 പൊതു ഉദ്യോഗങ്ങളിൽ അവസര സമത്വം. 17 അയിത്താചരണ നിരോധനം. 18 പദവി നാമങ്ങളുടെ നിരോധനം. ഇതെല്ലാം സമത്വത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ. 20 ഒരു കുറ്റത്തിന് ഒരാളെ ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടില്ല. 21 ജീവനും വ്യക്തിസ്വാതന്ത്ര്യത്തിനും അവകാശം. 21A പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. 22 നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം. ഇനി ചൂഷണത്തിനെതിരെ 23 അടിമത്ത നിരോധനം. 24 ബാലവേല നിരോധനം. 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇനി ആർട്ടിക്കിൾ 29 ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സാംസ്കാരിക സംരക്ഷണം. 30 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനും നടത്താനുമുള്ള അവകാശം. ആർട്ടിക്കിൾ 32 പ്രധാനപ്പെട്ട അവകാശമാണ്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ സുപ്രീം കോടതിയെ സമീപിക്കാനും കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർട്ടിക്കിൾ 32 നൽകുന്നു. അപ്പോൾ വളരെ നല്ല രീതിയിൽ ഭരണഘടനയിൽ നിന്ന് തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ, SCERT പാഠഭാഗത്തെ ചോദ്യങ്ങൾ, മുൻവർഷ ചോദ്യങ്ങൾ, അനുബന്ധ വിവരങ്ങൾ ഇവയൊക്കെ അടങ്ങിയ 4 വീഡിയോ ആണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 4 വീഡിയോയും നന്നായി കാണുക. അതിനുശേഷം ഇത് യൂസ്ഫുൾ ആകുമെന്ന് തോന്നുന്നെങ്കിൽ അടുത്തടുത്ത ടോപ്പിക്കുകളുമായി നമുക്ക് വീണ്ടും കാണാം. 2027 LDC, അതുപോലെ ഇപ്പോൾ വരാൻ പോകുന്ന 10ാം തരം മെയിൻസ് തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ പ്രയോജനപ്രദമാണെന്ന് തോന്നിയാൽ മാത്രം ഒരു വരി കുറിച്ചിടുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.